ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പം നാളെ നിങ്ങൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ നിങ്ങളോട് എനിക്ക് പറയാനുള്ള 10 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, 10 അഡ്വൈസസ് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഈസി ക്വസ്റ്റ്യൻസ് വിത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ടൈം മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈം മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എഴുതാൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ എഴുതിക്കോ, കുഴപ്പമില്ല. അതല്ലാതെ കോൺഫിഡൻസിൻ്റെ ഇഷ്യൂസ് ഉള്ളവർ എന്ത് ചെയ്യുക? ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കണ്ടൊരു കമൻറ്റാണ്, ആദ്യം 1 എഴുതി, പിന്നെ 10ാമത്തെ എഴുതി, പിന്നെ 18ാമത്തെ എഴുതി. ഇങ്ങനെ മിക്സ് ആയിട്ട് എഴുതുമ്പോൾ നോക്കുന്ന വാല്യൂവർക്ക് ബുദ്ധിമുട്ടല്ലേ? ഒരിക്കലും ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഫ്രണ്ടിൽ അവർക്ക് ഇങ്ങനെ ഉണ്ടാവും, ഒരു മാർക്ക് ചെയ്യാനുണ്ടാവും. 1ാമത്തേൻ്റെ മാർക്ക് ഇവിടെ, 2ാമത്തേൻ്റെ മാർക്ക്. അപ്പോൾ അവരിപ്പോൾ 9ാമത്തെ നോക്കണമെങ്കിൽ 9ാമത്തേൻ്റെ അവിടെ മാർക്ക് ഫ്രണ്ടിൽ എഴുതി വെക്കും. സോ ദർ ഇസ് നോ ഇഷ്യൂ വിത്ത് ദാറ്റ്, കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ എടുത്ത് നിങ്ങൾക്ക് ആദ്യം എഴുതാം. സോ ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതാണെങ്കിൽ കോൺഫിഡൻസ് കിട്ടാൻ സഹായിക്കും. ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എഴുതുന്നവരാണെങ്കിൽ അങ്ങനെ എഴുതിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഫോർമാറ്റ്സ് എഴുതുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം അവിടെ നമുക്ക് നല്ല മാർക്ക് കിട്ടാൻ പറ്റും. ഫോർമാറ്റൊക്കെ എഴുതി വെച്ചാൽ തന്നെ അവിടെ മാർക്ക് കിട്ടും. അതല്ലാതെ ഇലോബറേറ്റ് എഴുതുന്നതിൽ ചിലപ്പോൾ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ ഫോർമാറ്റ് എഴുതേണ്ടി വരുന്ന ചോദ്യമാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് എഴുതണം, അത് സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഷോർട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് ആൻസർ എഴുതാം. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എത്ര നോളജ് ഉണ്ട്, നിങ്ങളുടെ സെൻറ്റൻസ് എത്രത്തോളം ശരിയായിരിക്കും എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു നോളജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആൻഡ് ദാറ്റ് ഈസ് ദാ എന്ന് പറഞ്ഞാൽ അങ്ങനെ നീട്ടി എഴുതാൻ നിൽക്കണ്ട. ഷോർട്ട് ആൻഡ് റൈറ്റ് ടു ദ പോയിൻ്റ് ആയിട്ട് ആൻസർ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ദെൻ ആൻസർ ചെയ്യുന്നതിനേക്കാളും മുന്നേ ക്വസ്റ്റ്യൻ 2 തവണ വായിക്കണം. 2 തവണ വായിക്കണം എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിൽ റെസ്പോൺസും എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോൺസും എഴുതണം. കോൺവെർസേഷൻ ആണെങ്കിൽ എക്സ്ചേഞ്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരാൾ പറയുന്നത് അതിൻ്റെ മറുപടിയും കൂടി എഴുതണം എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കൃത്യമായിട്ട് വായിച്ചില്ലെങ്കിൽ, ക്വസ്റ്റ്യൻ വായിച്ചില്ലെങ്കിൽ നമ്മൾ അറിയില്ല. നമ്മൾ പകുതി എഴുതിക്കും, ബാക്കി പകുതി നമുക്ക് അറിയാമെങ്കിൽ കൂടി നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സില്ലി മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ട്വൈസ് 2 തവണയെങ്കിലും വായിക്കാം. കൂൾ ഓഫ് ടൈമിലിരുന്ന് 1 വേർഡിൻ്റെ ആൻസർ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്നതോട് ചോദിക്കുകയല്ല വേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ വായിക്കുകയാണ് വേണ്ടത്. പിന്നെ സമയം കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. മുന്നേ നമ്മൾ മാനേജ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ ചെയ്തതാണ്. 8 മാർക്കിൻ്റെ ചോദ്യത്തിൽ 15 മിനിറ്റിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യരുത്. 15 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ അത് അവിടെ നിർത്താം. കുറച്ച് സ്ഥലം വേണമെങ്കിൽ വിട്ടുണ്ട്, വേണമെങ്കിൽ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ എഴുതാം. എന്നിട്ട് പിന്നെ ബാക്കി അടുത്തത് എഴുതിക്കൊള്ളണം. 15 മിനിറ്റിൽ കൂടുതൽ 8 മാർക്കിൻ്റെ ഒരു ചോദ്യത്തിൽ നിങ്ങൾ ടൈം എടുക്കാൻ പാടില്ല. പിന്നെ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. പ്രത്യേകിച്ച് ആമ്പിള്ളേരിൽ ഞാൻ കാണുന്നൊരു പരിപാടിയാണ്, ആമ്പിള്ളേരുടെ ആൻസർ ഷീറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്. അറിയില്ലെങ്കിൽ നേരെ അത് അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് വയ്ക്കും. ടീച്ചർക്ക് ഇപ്പം നിങ്ങളെ സഹായിക്കണം എന്നൊരു മനസ്സുണ്ടെങ്കിൽ പോലും നിങ്ങളതിനെ സമ്മതിക്കാത്ത വിധത്തിൽ അത് സ്കിപ്പ് ചെയ്ത് വയ്ക്കും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഓർ ക്വസ്റ്റ്യൻ എഴുതാനല്ലാട്ടോ പറയുന്നേ. ഇപ്പോൾ 6 തന്നിട്ട് 4 എഴുതാൻ പറയുമ്പോൾ 4 എഴുതണം, അറിയില്ലെങ്കിലും എഴുതണം. അറിയാവുന്ന എന്തെങ്കിലും ആ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമായിരിക്കുമല്ലോ. സോ അതുകൊണ്ട് അറിയാവുന്ന എന്തെങ്കിലും എഴുതി വയ്ക്കണം, കേട്ടോ. അറിയാവുന്ന എന്തെങ്കിലും എഴുതണം. എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് പാസ് മാർക്കിലേക്ക് ഇതൊക്കെ നമ്മൾ സഹായിക്കും, അതുകൊണ്ടാണ്, കേട്ടോ. ദെൻ ബേസിക് മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കാൻ നോക്കുക ഗ്രാമറിൽ. ഇപ്പോൾ ഗ്രാമർ തെറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ നമ്മൾ ഈ സ്പീച്ചും എസ്സേയൊക്കെ എഴുതുന്ന സമയത്ത് നല്ല അടിപൊളി സംഭവങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇപ്പോൾ സ്പീച്ചിൽ നിങ്ങൾക്ക് എഴുതാൻ പാകത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എമിനൻ്റ് പേഴ്സണാലിറ്റീസിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകണം എന്നുള്ളത്, വിമൻ എംപവർമെൻറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. അപ്പം നമുക്ക് അവിടെ ഹൈലൈറ്റ് ചെയ്താൽ മാർക്ക് കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട്. പിന്നെ എന്താണ്? കാം ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മുടെ ബ്രെയിനിനൊരു പരിപാടിയാണ്, നമ്മളെ തന്നെ പറ്റിക്കും. അപ്പം നമ്മൾ ചോദ്യപേപ്പർ വായിക്കുമ്പോഴേ ആദ്യത്തെ ഒരു 2-3 ചോദ്യം ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചോ, നമുക്ക് കിട്ടുന്നില്ല, നമുക്ക് തീരെ കിട്ടുന്നില്ല, ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്തോർക്കും? നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി നമ്മളെ പറ്റിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ടഫാണ്, ഒരു രക്ഷയില്ല നീ തോക്കും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ നമ്മളങ്ങനെ പറ്റിക്കും. പക്ഷെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ എളുപ്പമായിരിക്കും. ആ 2 ചോദ്യം ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് നമ്മുടെ മൈൻഡിൽ ഇത് മൊത്തം ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കും. അതുകൊണ്ട് അറിയില്ലാത്തത് കണ്ടാൽ പാനിക് ആകരുത്, കാമായിട്ടിരിക്കുക. ഇത് കുഴപ്പമില്ല, വേറെ ഓർ ക്വസ്റ്റ്യൻ ഉള്ള അതിൽ നിന്ന് ഞാൻ സെറ്റ് ചെയ്തോളാം, ആ ഒരു മൈൻഡ് നമുക്ക് വേണം.
കേട്ടോ. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് കിട്ടിയാൽ തന്നെ അപ്പം തന്നെ എന്ത് ചെയ്യരുത്, ഇത് ബുദ്ധിമുട്ടാണെന്ന് കരുതി അങ്ങനെ അപ്പം തന്നെ പാനിക് ആവാൻ നിൽക്കരുത്. പിന്നെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം റിവൈസ് ചെയ്യുക. സ്മോൾ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനൊന്നും നമുക്ക് അങ്ങനെ സമയം ഉണ്ടാവില്ല. എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്തോന്നൊന്ന് ലാസ്റ്റ് നോക്കാം. സ്പേസ് വിട്ടോടത്തിലൊക്കെ നമ്മളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ, ഫോർമാറ്റൊക്കെ വരച്ചിട്ടുണ്ടോ, ബോക്സൊക്കെ വരച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ലാസ്റ്റത്തെ ഒരു 1-2 മിനിറ്റ് അധികം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം. അങ്ങനെ നോക്കിയിട്ട് പേപ്പർ കൊടുത്താൽ മതി. പറ്റുന്നവർ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ് ഇതാണ്. എല്ലാവർക്കും വേണ്ടി മിസ്സ് പ്രാർത്ഥിക്കാം. നല്ല രീതിക്ക് എഴുതുക. വീഡിയോ അവസാനം വരെ കണ്ടവരൊരു ഹാർട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഡിയേഴ്സ്. താങ്ക് യു.